പാലാ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പാലാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ കൗൺസിലർമാരും പാലായിലെ എല്ലാ കോൺഗ്രസ്സുകാരെയും വിളിച്ചുകൂട്ടി അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. സ്വതന്ത്ര മുന്നണിക്കുള്ള പിന്തുണ പിൻവലിക്കാൻ പാലാ മണ്ഡലം കമ്മിറ്റി ഏകകണ്ഠേന തീരുമാനിച്ചു. പ്രമേയം പാസാക്കി. പ്രമേയത്തിൻ്റെ കോപ്പി ജില്ലാ സംസ്ഥാന KPCCക്കും DCCക്കും മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നതായിരിക്കും. KPCC പ്രസിഡൻറ്റുമായിട്ടും ഇത് സംസാരിച്ച് ഈ പ്രമേയം KPCC പ്രസിഡന്റിന് കൊടുക്കും. എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് തീരുമാനം. ആർക്കും ഒരു എതിരഭിപ്രായമില്ല. 6 കൗൺസിലർമാരും ഉണ്ടായിരുന്നു. പാലാ മുനിസിപ്പാലിറ്റിയിലുള്ള ലീഡർമാരെല്ലാവരും ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ. കൗൺസിലർമാർ പറഞ്ഞത് അവരുമായിട്ട് സഹകരിച്ച് പോകാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ്. അതായിരുന്നു ഒരു തീരുമാനത്തിലേക്ക് വരാനുള്ള കാരണം. അല്ല, പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകളെല്ലാം അവർ സംസാരിച്ചു. അപ്പോൾ എല്ലാവർക്കും അത് ഏകദേശമൊക്കെ ഒരു ധാരണ, അങ്ങനെ ഒരു സംഭവം ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ പിന്തുണച്ചു. അല്ല, മണ്ഡലം കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചോ ഈ കാര്യം? പ്രമേയം പാസാക്കി. പ്രമേയം നമ്മൾ DCCനെയും KPCCനെയും അറിയിക്കും. നമ്മൾ മണ്ഡലം കമ്മിറ്റി കൂടി പാലാ മുനിസിപ്പാലിറ്റിയിലെ വിഷയമാണ്. പാലാ മുനിസിപ്പാലിറ്റിയിലെ മണ്ഡലം കമ്മിറ്റി കൂടി പാലാ മുനിസിപ്പാലിറ്റിയിലെ വിഷയം പരിപൂർണമായിട്ട് ഏകകണ്ഠേന പാസാക്കി. നമ്മൾ DCC അറിയിക്കുന്നു, KPCC അറിയിക്കുന്നു. അതിൻ്റെ പ്രമേയത്തിൻ്റെ കോപ്പി നമ്മൾ അവരെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഒറ്റക്കെട്ടായ തീരുമാനം ഇതാണ്. ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അല്ലല്ല, അന്ന് കൗൺസിലർമാരല്ലേ കൂടിയത്? ഇത് പാർട്ടി മണ്ഡലം കമ്മിറ്റി ഫോർമലായിട്ട് കൂടി. ഇത് മണ്ഡലം കമ്മിറ്റി, പാലാ മണ്ഡലം കമ്മിറ്റിയാണ് ആദ്യം. അല്ല, കൗൺസിലർമാർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരുമിച്ച് പോകാൻ പറ്റുകയില്ല എന്നുള്ളതിന് പല കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് വിശദമായിട്ട് ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. ബാക്കിയുള്ള വിശദാംശങ്ങളെല്ലാം ഞങ്ങൾ പിന്നീട് അറിയിച്ചു. സമ്മേളനം നടത്താൻ വേണ്ടി സ്റ്റാൻഡ് കൊടുത്തതിൻ്റെ അകത്ത് അതെന്താ സംഭവിച്ചത് ശരിക്കും? അല്ല, അതെല്ലാം ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനം എടുത്തത്. നിങ്ങളൊരു ഫോട്ടോ എടുത്താൽ മതി. എല്ലാവർക്കും തരാം. ആ പ്രമേയത്തിന്റെ ഫോട്ടോ എടുത്താൽ വിശദാംശങ്ങളെല്ലാം ഉണ്ട്. നഗരസഭയിലെ ഇന്നൊരു പ്രവർത്തനം ഈ കൂട്ടായി തീരുമാനിച്ച് അതിനെക്കുറിച്ച് 2-3 ദിവസത്തിനുള്ളിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ആ ആലോചനയിൽ ആ കാര്യങ്ങളെല്ലാം തീരുമാനം. ഭരണമല്ല ഞങ്ങൾക്ക് വിഷയം, ഞങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷയം. അതൊക്കെ ആലോചിക്കുന്ന കേരള ഞങ്ങളെല്ലാവരും ജയിച്ചത് എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് 2 തോപ്പിച്ചാൽ ഞങ്ങളെല്ലാവരും ജയിച്ചത്. ഞങ്ങളുടെ കൗൺസിലർമാരെല്ലാം ജയിച്ചത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആക്ഷേപകരമായ ആരോപണം ഉന്നയിച്ചെന്ന് ഒരു കാര്യമില്ല. ഒറ്റക്കെട്ടായിട്ട് തീരുമാനമാണ്. അതിൻ്റെ അത് കേരള എല്ലാ വിഷയങ്ങളും പിന്നീട് നിങ്ങൾക്ക് അറിയിക്കാം. നിങ്ങളുടെ ഫോട്ടോ